അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. اذهبا إلى فرعون إنه طغى فقولا له قولا لينا لعله يتذكر أو يخشى. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന അനുഗ്രഹിക്കുന്ന ഒരു സമയത്ത് അവൻ്റെ ഖുർആനിൻ്റെ ആശയങ്ങളെ പഠിക്കാനും പകർത്താനും വേണ്ടി നാം ഒരുമിച്ച് കൂടിയ ഈ സദസ്സിൽ പടച്ചറപ്പിൻ്റെ എല്ലാ ഹൈറുകളും ബറക്കാത്തുകളും ഉണ്ടാകുമാറാകട്ടെ. നിത്യജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സ്മരിച്ചും അള്ളാഹുവിന് നന്ദിയുള്ളവരായി ജീവിക്കാൻ ഒരടിമയെ പ്രചോദിപ്പിക്കുന്നത് ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്നും എൻ്റെ എല്ലാ കർമ്മങ്ങളും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും എൻ്റെ റബ്ബിനു വേണ്ടിയാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പറഞ്ഞല്ലോ, ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നബിയെ പറയൂ, എൻ്റെ നമസ്കാരങ്ങൾ, എൻ്റെ ആരാധനാ കർമ്മങ്ങൾ, എൻ്റെ ജീവിതം, എൻ്റെ മരണം ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബിനു വേണ്ടിയാണ്. ആ ജീവിതത്തിൽ പടച്ച റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള ഏതേത് ഘട്ടങ്ങളെ എടുത്താലും അതൊക്കെ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി തന്നതാണ്. സമ്പത്ത് നൽകിയിട്ടുണ്ടോ? പരീക്ഷണമാണ്, ഫിത്നയാണ്. മറ്റെന്തെങ്കിലും നമുക്ക് പടച്ചോൻ തന്നിട്ടുണ്ടോ? ഖൈറായി ഷർറായി റബ്ബ് നമ്മെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. ചില ആയത്തുകളിലൊക്കെ അല്ലാഹു തആല പറഞ്ഞത് വലനബ്ലുവന്നകും, നിങ്ങളെ തീർച്ചയായും പരീക്ഷിക്കും. ഉറപ്പിച്ചും ശക്തിപ്പെടുത്തിയും പറഞ്ഞ വാക്കാണ്. ഉറപ്പായും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ആ പരീക്ഷണങ്ങളിലൂടെ ഒരു അടിമ അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങാൻ സന്നദ്ധനാവേണ്ടവനാണ്. ഖൈറാവാം, ഷർറാവാം, നിഅമത്തുകളാവാം, നിഖമത്തുകളാകാം. എന്നിട്ട് അള്ളാഹുവിൻ്റെ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, മനുഷ്യരുടെ ജീവിതവും മരണം വരെ ഒരു പരീക്ഷണമാണ്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ഏറ്റവും നന്നായി ആരാണ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെന്ന് നോക്കാനുള്ളൊരു പരീക്ഷണം. മഹാന്മാരായ ഉലമാക്കന്മാർ ജീവിതത്തിൻ്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിലൂടെ നമുക്ക് നൽകിയ ഉപദേശ നിർദ്ദേശങ്ങളിലും അതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജറ 161 മഹാനവറുകൾ മരിക്കുന്നത്. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം നൽകിയ ഒരു വലിയ സന്ദേശമുണ്ട്. അതായത് താബിഈ പണ്ഡിതനായ മുഹദ്ദിസും മുഫസ്സിറുമായ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ജീവിതത്തിൻ്റെ ഏതേത് ഘട്ടങ്ങളിലും നമ്മുടെ അമൽ സ്വീകരിക്കണമെങ്കിൽ നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിനെ ഇത്തിബാ ചെയ്ത് പ്രവർത്തിക്കണം. അല്ല, നമ്മൾ ദീനിനെതിരായ ബിദ്അത്തുകൾ ഏതെങ്കിലുമാണ് ജീവിതത്തെങ്കിൽ അൽ ബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ മിനൽ മഅസിയ്യതി,
ഒരു പാപം ചെയ്യുന്ന, ധിക്കാരം ചെയ്യുന്നതിനേക്കാൾ ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടമുള്ളത് നമ്മളൊരു ബിദ്അത്ത് ചെയ്യലാണ്. മദ്യപിക്കുന്നതിനേക്കാൾ, വ്യഭിചരിക്കുന്നതിനേക്കാൾ, പലിശ മേടിക്കുന്നതിനേക്കാൾ, ഒരാളെ കൊല്ലുന്നതിനേക്കാൾ പിശാചിനിഷ്ടം ഏതെങ്കിലും ഒരു ബിദ്അത്ത് ചെയ്യലാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വൽ മഅസിയ യുതാബു മിൻഹ, എന്തെങ്കിലും ഒരു പാപം ചെയ്ത മനുഷ്യനാണെങ്കിൽ അവൻ പശ്ചാത്തപിക്കും. മദ്യപാനി നന്നാകും, പലിശക്കാരൻ പലിശ നിർത്തും, മോഷ്ടാവ് മോഷണം അവസാനിപ്പിക്കും. അയാൾക്ക് കുറ്റബോധം തോന്നി തുടങ്ങിയാൽ. വൽ ബിദ്അ, എന്നാൽ ഏതെങ്കിലും ബിദ്അത്ത് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ലാ യുതാബു മിൻഹ, അവരൊരിക്കലും മരിക്കണതിൻ്റെ മുമ്പ് തൗബ പോലും ചെയ്യൂല. എന്തേ? അവൻ്റെ കാഴ്ചപ്പാടിൽ അവൻ ചെയ്യുന്നതെല്ലാം ശരികളാണ്. അതുകൊണ്ട് പിശാചിന് ഏറ്റവും ഇഷ്ടമുണ്ടാവുക അയാൾ ഏതെങ്കിലും ഒരു ബിദ്അത്തിൽ ചെന്ന് ചാടാനായിരിക്കും, അത് ചെയ്യാനായിരിക്കും പിശാച് അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്. മൻ അമില അമിലൻ, ആരെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുന്നു, ലൈസ അലൈഹി അംറുന, നമ്മുടെ കൽപ്പനകളൊന്നുമില്ലെങ്കിൽ, ഫഹുവ റദ്ദുൻ, അത് അവർ തടയേണ്ടതാണ്, തള്ളേണ്ടതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, വെറും 800 കൊല്ലം മാത്രം പഴക്കമുള്ള നബിദിനാഘോഷത്തിൻ്റെ അവസാനത്തെ പതിപ്പ് കഴിഞ്ഞപ്പോൾ എന്തു സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, കൂട്ടത്തല്ലുവരെ നടന്ന് ഈ ഉമ്മത്തിന് ചീത്തപ്പേര് മേടിച്ച അനുഭവങ്ങൾ വാർത്താമാധ്യമങ്ങളിലുണ്ട്. DJ പാർട്ടി നടത്തിയ റാലികൾ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോകൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. വിസാൽ മീഡിയയെ പോലെയുള്ള സോഷ്യൽ മീഡിയകളിൽ അത് ഇട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർക്കകത്ത് നിന്ന് തന്നെ കാഞ്ഞാർ കബീർ ബാക്കവിയെ പോലെയുള്ള ആളുകൾ ഈ പോക്ക് ശരിയല്ല എന്ന് പറയാൻ, നബിദിനാഘോഷം വേണ്ടെന്നല്ല, ഈ കാട്ടിക്കൂട്ടലുകൾ ശരിയാണില്ല, പറ്റൂല എന്നുള്ളത് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. സിംസാറുൽ ഹക്ക് ഹുദവി അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ ഈ മദ്ഹും സ്വലാത്തൊക്കെ മ്യൂസിക് ഇട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിപാടിയൊന്നും ഒരു ഉമ്മത്തിന് പറ്റൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒന്നറിഞ്ഞോളുക, അവരുടെ പണ്ഡിതന്മാർക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധേന ഈ ആഘോഷം ലെവല് മാറിക്കഴിഞ്ഞു. നമ്മൾ പറഞ്ഞില്ലേ, പിശാചും അവൻ്റെ കൂട്ടാളികളും സന്തോഷിക്കുന്നതിലെ വലിയ മഹത്വമായിട്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക. പിശാചിൻ്റെ സന്തോഷം. അൽ ബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ മിനൽ മഅസിയ്യ, മഅസിയ്യത്തിനേക്കാൾ ഇഷ്ടം പിശാചിന് ബിദ്അത്തുകൾ ചെയ്യുന്നവരെ ആയിരിക്കും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച ഒരു ഹദീസിൽ കാണാമല്ലോ, ഹൗദുൽ കൗസറിന്റെ മഹത്വം പറയുന്ന ഒരു ഹദീസ്, പ്രസിദ്ധമായ ഹദീസാണ്. ആ ഹദീസിന്റെ അവസാനത്തെ വാക്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഹൗദുൽ കൗസർ കുടിക്കാനും കോരിക്കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുമിച്ച് കൂടുന്ന വേളയിൽ അതിൽ നിന്ന് പാനീയമെടുത്ത് കുടിപ്പിക്കാൻ കൊടുക്കും. അതിൽ നിന്നൊരു തുള്ളി കുടിച്ചാൽ ലം യൽമഉഹു അബദൻ, പിന്നെ ഒരിക്കലും ആ വ്യക്തിക്ക് ദാഹം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. അത് കുടിച്ച് സ്വർഗത്തിലെത്തുന്നതോടുകൂടി അവന് ദാഹം എന്നത് ഉണ്ടാകില്ല എന്ന്. അങ്ങനെ എല്ലാവരും അത് കിട്ടാൻ കൊതിച്ച് നടക്കുകയായിരിക്കും. ഓരോ നബിമാർക്കും ഓരോ ഹൗലുകൾ ഉണ്ടാകും. നമ്മുടെ നബിക്ക് ലഭിക്കുന്ന ഹൗലാണ് ഹൗലുൽ കൗസരി, കൗസർ എന്ന ഹൗല്. അത് കുടിക്കാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ എത്തുന്ന സമയത്ത് ഹാല ബൈനഹു വ ബൈനൻ നാസ്, നബിൻ്റെയും ജനങ്ങളുടെ ഇടയിൽ നടുവിലൊരു മറ വീഴുന്നു. പിന്നെ വിധംബങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നു, അല്ല അവർ ഇന്നഹു മിൻ ഉമ്മത്തി, അവരെൻ്റെ ഉമ്മത്തിൽപ്പെട്ടവരാണല്ലോ. ഫഖാൽ, അപ്പോൾ അള്ളാഹുവിൻ്റെ മറുപടി നബിതങ്ങൾ അറിയാത്ത, നബിതങ്ങളുടെ മരണശേഷം സംഭവിച്ച ഒരു മാറ്റം പറയുകയാണ്. അല്ല നബിയെ, നിങ്ങൾക്കറിയില്ല. അവരാരാന്നറിയുമോ? നിങ്ങളുടെ കാലശേഷം ഈ നാട്ടിൽ നിങ്ങളുടെ ദീനിൽ ബദ്ദല, മാറ്റത്തിരുത്തലുകൾ നടത്തിയവരാണ്. താങ്കളുടെ കാലശേഷം ദീനിൽ മാറ്റം വരുത്തിയിട്ട് വേറെ ദീന് പോലെ മതം കൊണ്ട് നടന്നവരാണവർ. അത് കേട്ടതോടുകൂടി നബി തങ്ങൾ പറഞ്ഞ വാക്ക്, എങ്കിൽ സുഹഖൻ സുഹഖ ലിമൻ ഗയ്യറ ബഅദി, എൻ്റെ കാലശേഷം മതത്തിൽ അത്തരത്തിലുള്ള മാറ്റത്തിരുത്തലുകൾ വരുത്തിയവരെ ദൂരേക്ക് ദൂരേക്ക് നിങ്ങൾ ഒഴിഞ്ഞു പോവുക.
ഹബീബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് വെച്ച് ആട്ടി അകറ്റപ്പെടുന്ന രൂപത്തിൽ ദേഷ്യപ്പെടുന്ന ഒരു വിഭാഗത്തിൽ നമ്മൾ പെടാതിരിക്കണമെങ്കിൽ സകല ബിദ്അത്തുകളും നമ്മൾ ഒഴിവാക്കണം. സ്വാഭാവികമായും പലപ്പോഴും ഇതൊന്നും ശരിയല്ല, ഇങ്ങനെയൊന്നുമല്ല, അതൊന്നും പറ്റണതൊന്നുമല്ല എങ്കിലും ജനങ്ങളുടെ ഇഷ്ടത്തിനും ജനങ്ങളുടെ പേരിനും ജനങ്ങൾക്കിടയിലെ ഒരു മാന്യത എന്നതിൻ്റെ അടയാളമായുമൊക്കെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും നിലക്ക് നമുക്കൊരു അനുഭാവം തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയുക, നമ്മൾ ജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്നവരാണ്, നമ്മൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം മാനിക്കാത്തവരാണ്. ജനങ്ങളെ എല്ലാം തൃപ്തിപ്പെടുത്താൻ വേണ്ടി അള്ളാന്റെ ഇഷ്ടം തിരഞ്ഞെടുക്കാൻ, അള്ളാന്റെ വെറുപ്പ് സ്വീകരിക്കാൻ ജനങ്ങൾ തയ്യാറാവുന്നു. ജനങ്ങൾ മുഴുവൻ വെറുത്താലും എൻ്റെ റബ്ബ് എന്നെ ഇഷ്ടപ്പെടുന്ന കാര്യം മറ്റൊന്നാണെങ്കിൽ ഞാൻ അതാണ് ചെയ്യുക എന്ന് തീരുമാനിക്കാൻ കഴിഞ്ഞാൽ അവിടെയാണ് പരീക്ഷണങ്ങളിലെ വിജയം എന്ന് പറയുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നീണ്ട 23 കൊല്ലക്കാലം ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി. ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടം. ആ ഘട്ടങ്ങളെല്ലാം കടന്നു താണ്ടി നീങ്ങി അതേപടി ഉത്തരവാദിത്തങ്ങൾ ഏറ്റ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ പ്രബോധന രംഗത്ത് സജീവമായി. അത് കഴിഞ്ഞ് പിന്നീട് വന്ന ഇസ്ലാം സ്വീകരിച്ച അനുയായികൾ ഇസ്ലാമിക പ്രബോധന രംഗത്ത് സജീവമായി. അവരെല്ലാം ഇഷ്ടപ്പെട്ടതും തൃപ്തിപ്പെട്ടതും അള്ളാഹുവിൻ്റെ മാർഗത്തെയാണ്. നബി തങ്ങളോട് പറഞ്ഞു, നബിയെ നിങ്ങൾ പറയൂ, നബിയെ പറയൂ, അലാ സബീലി, ഞാനിതാ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഒരു മാർഗത്തിലേക്ക്. ആ മാർഗത്തിൻ്റെ പ്രത്യേകത, ഞാൻ ഈ മാർഗത്തിലാണ്, ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നതും ഈ സത്യമാർഗത്തിലേക്കാണ്. ആ സത്യമാർഗത്തിലേക്ക് ഞാനും അനാവമനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയവരൊക്കെ ഈ സത്യത്തിലേക്ക്, നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരാണ്. ജനങ്ങൾ തിന്മയിലാണെങ്കിൽ ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുന്നവരാണ് ഞാനും എന്നെ പിൻപറ്റുന്ന ആളുകളുമെന്ന് ഖുർആനിൻ്റെ ആയത്തിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ വലിയ ഒരു നേട്ടം ലഭിക്കുന്ന കാര്യമാണ് അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങളുടെ മുമ്പിൽ നമ്മൾ എടുക്കുന്ന നിലപാടുകൾ ശരിയല്ല. അതുകൊണ്ടാണല്ലോ ഒരാളുടെ ജീവിതത്തിൽ അയാളുടെ കുഞ്ഞ് മരിക്കുന്നു. കുട്ടി മരിക്കുന്ന സന്ദർഭത്തിൽ, സ്വന്തം മകൻ അല്ലെങ്കിൽ മകൾ മരിക്കുന്ന സമയത്ത് ഒരടിമ അൽഹംദുലില്ലാ പറഞ്ഞാൽ അവന് വേണ്ടി സ്വർഗത്തിൽ ഒരു ബൈത്തുൽ ഹംദ് സ്ഥാപിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ മറ്റൊരു അൽഹംദുലില്ലക്കും ഇല്ലാത്തൊരു പ്രത്യേകത? ആ സന്ദർഭത്തിൽ അത് മനുഷ്യൻ അനുഭവിക്കുന്ന വല്ലാത്തൊരു നോവാണ്, ഒരു പ്രതിസന്ധിയാണ്, ഒരു വലിയ സങ്കീർണമായ ഒരു പ്രശ്നത്തിൻ്റെ നടുവിലാണ് അവൻ. എന്നിട്ടും അവൻ്റെ റബ്ബിനെ സ്തുതിച്ചിട്ടുണ്ടെങ്കിൽ അവന് പ്രത്യേകതയുണ്ട്. അവൻ അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയെടുത്തവനാണ്, അവൻ എൻ്റെ അടിമയാണ്, അവൻ എന്നെ സ്തുതിച്ചവനാണ് എന്ന് പറഞ്ഞ് ബൈത്തുൽ ഹംദ് കൊടുക്കാൻ വേണ്ടി പറയുന്ന രംഗമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ യഥാർത്ഥ ദീനിൽ അടിയുറപ്പിച്ചു നിർത്തുകയും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനെ പരിഗണിക്കുകയും അള്ളാഹുവിനു വേണ്ടി എൻ്റെ ജീവിതം, എൻ്റെ മരണം, എൻ്റെ ഇബാദത്തുകൾ എല്ലാം നൽകാൻ നമ്മൾ സന്നദ്ധരാവുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സൂറത്തു ത്വാഹയിലെ 20-ാമത്തെ അധ്യായത്തിലെ 42 വരെയുള്ള ആയത്തുകൾ നമ്മൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. ഇനി 43 മുതലുള്ള ആയത്തുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാനുണ്ട്. കഴിഞ്ഞ ദിവസം ഓതിയ ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് മൂസാ നബി അലൈഹിസ്സലാമിന് കൊടുത്ത ചില പ്രത്യേകമായ സംരക്ഷണങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ട്, ഇത് നാം ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ പരിഗണന, അല്ലാഹു പറയാണ്, ഞാൻ എൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത് ഉണ്ടാക്കിയിരിക്കുകയാണ്. എൻ്റെ ഒരു ദൗത്യത്തെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എൻ്റെ പ്രത്യേക പരിഗണന ലഭിച്ചിട്ടുണ്ട് മൂസാ നബിയെ നിങ്ങൾക്ക്. നിങ്ങളും നിങ്ങളുടെ സഹോദരനും എൻ്റെ ദൃഷ്ടാന്തങ്ങളുമായിട്ട് ഇനി ദഅ്വാ രംഗത്തേക്ക് ഇറങ്ങണം. വലാ തനിയാ ഫീ ദിക്രി, ഒരിക്കലും എന്നെ സ്മരിക്കുന്ന കാര്യത്തിൽ ഒരു അമാന്തം നിങ്ങൾക്കിടയിൽ ഉണ്ടാകരുത് എന്ന ഉപദേശങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചത്. നമുക്ക് ആയത്ത് ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വസ്തനഅതുക ലിനഫ്സി
اذهب أنت وأخوك بآياتي ولا تنيا في ذكري. ഈ രണ്ടായത്തുകളായിരുന്നു നമ്മൾ ഓതി വെച്ചത്. എല്ലാവരും ഒന്നുകൂടി ഒന്ന് ഓതി നോക്കൂ. വസ്തുനാഴ്ത്തുക മുതൽ اذهب أنت آياتي ولا تنيا في ذكري. اذهب أنت وأخوك بآياتي ولا تنيا في ذكري. എന്താ വലാ തനിയ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ അമാന്തിക്കരുത്, പിറകോട്ടാകരുത്, പിന്നിലാവരുത്. ഫിദിക്കിരി, എൻ്റെ ഈ സ്മരണകളിൽ, എന്നെക്കുറിച്ചുള്ള സ്മരണകളിൽ. ഇദ്ഹബ് അൻത, നീ പോകണം, വഅഖൂക, നിന്റെ സഹോദരനും പോകണം, ബി ആയാതി, എൻ്റെ ആയാത്തുകൾ കൊണ്ട്. അവിടെ ആയാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ തെളിവുകൾ കൊണ്ട്, എൻ്റെ ദൃഷ്ടാന്തവുമായി, എൻ്റെ സന്ദേശങ്ങളുമായിട്ട് അങ്ങോട്ടേക്ക് പോകണം. ഇനി പോയിട്ട് അവിടെ ചെല്ലുകയാണ്. പോകുമ്പോൾ ആദ്യം അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത് ഫിർഔൻ ആരാണ് എന്നാണ്. രണ്ടാമത് പരിചയപ്പെടുത്തുന്നത്, പോകുന്ന വ്യക്തിനെ പരിചയപ്പെടുത്തി കൊടുത്തു. രണ്ടാമത് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് പോയി ആ വ്യക്തിനോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ദഅവാ രംഗത്ത്, ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഒരാൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ, ദീന് പറഞ്ഞു കൊടുക്കുമ്പോൾ സാധാരണ നാട്ടുകാരൻ പറയുന്ന പോലെയല്ല, അതിന് ചില ചിട്ടകൾ പാലിക്കണം എന്നർത്ഥം. നമ്മളൊരു സൗഹൃദത്തിൻ്റെ പേരിലും നമ്മളൊരു ബന്ധത്തിൻ്റെ പേരിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറയുന്ന പോലെ ഒരു ദീന് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ചും അത് നസീഹത്തോടെ, ഗുണകാംക്ഷയോടെ, സൗമ്യമായി, നല്ല പോലെ വിവേകത്തോടെ സംസാരിച്ചില്ലെങ്കിൽ നേർവിപരീത ഫലങ്ങൾ നാട്ടിലുണ്ടാക്കും. നമ്മൾ ഏതൊരു മതത്തിനു വേണ്ടിയാണോ സംസാരിക്കുന്നത് അതേ മതത്തെ കല്ലെറിയുന്ന സാഹചര്യം വരും. ഇതുകൊണ്ടാണ് ആദ്യമായി മൂസാ നബിയോട് അവിടെ ചെന്ന് സംസാരിക്കേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യം ഫിർഔനിൻ്റെ അടുത്തേക്ക് പോകണം. അവൻ അതിക്രമം പ്രവർത്തിച്ച ധിക്കാരിയാണ്, ആളെ പറ്റിയിട്ട് പഠിക്കണം. 2, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ലയ്യിനായ, സൗമ്യമായ, ലളിതമായ വാക്കുകൾ കൊണ്ട്, നിങ്ങൾ സൗമ്യമായ വാക്കുകൊണ്ട് പറയണം. എന്താണ് അതിൻ്റെയൊക്കെ പിന്നിലുള്ള അള്ളാഹുവിൻ്റെ ഹിക്മത്ത് എന്താണ്? അതാണ് നമ്മുടെ ഇന്നത്തെ ആയത്തിലുള്ളത്. ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗാ فقولا له قولا لينا لعله يتذكر أو يخشى. ഞാൻ ഓതിത്തരുന്ന ഭാഗങ്ങൾ ഓതാം. اذهبا إلى فرعون اذهبا إلى فرعون إنه طغى إنه طغى اذهبا إلى فرعون إنه طغى فقولا له قولا لينا فقولا له قولا لينا لعله يتذكر أو يخشى لعله يتذكر أو يخشى فقولا له قولا لينا لعله يتذكر أو يخشى
اذهبا إلى فرعون إنه طغى فقولا له قولا لينا لعله يتذكر أو يخشى രണ്ടായത്തുകൾ ഓതുമ്പോൾ അതിൻ്റെ പ്രയോഗങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗങ്ങളും ശ്രദ്ധിക്കുക. ഇദ്ഹബാ, അവിടെ ഒരു മദ്ദുണ്ട്, അടുത്ത അക്ഷരം ഈ ഹംസാണ് വരുന്നത്. അതുകൊണ്ട് ഇദ്ഹബാ ഇലാ ഫിർഔന. ഫിർഔന സാധാരണ നമ്മൾ പിന്നെ പേര് പറയുമ്പോൾ ഫിർഔൻ എന്ന് പറയും, പക്ഷേ ഖുർആൻ ഓതുമ്പോൾ പ്രയോഗിക്കുമ്പോൾ ഫിർഔന. ഇല ഫിർഔന ഇന്നഹു ത്വഗ. ഇന്നഹു എന്ന് പെട്ടെന്ന് പറയാതെ ഇന്നഹു ത്വഗ. തഗ എന്നല്ല, ത്വാന്നാണ്. ത്വഗ ഇന്നഹു ത്വഗ. ഫഖൂല ഖാല ഖൗല് ഖൂല. ഫഖൂല ലഹു ഖൗലൻ ലയ്ന. ഖൗലൻ ലയ്നല്ല, ഓതുമ്പോൾ ഖൗലൻ ലയ്നൻ ലഅല്ല. തൻവീനു ശേഷം ലാമ് വരുന്ന രണ്ട് ഭാഗമാണ്. ഖൗലൻ ലയ്നൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. ഒന്നുകൂടി ഓതിക്ക്. ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു ത്വഗാ قولا له لينا لعله يتذكر أو يخشى. ഇദ്ഹബാ, നിങ്ങൾ രണ്ടുപേരും പോകണം. അപ്പോൾ ചില സന്ദർഭങ്ങളിലൊക്കെ ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു ത്വഗാ സൂറത്തുൻ നാസിആത്തിലൊക്കെ പറഞ്ഞു. ഇവിടെ നിങ്ങൾ രണ്ടാളും പോകണം. അതിനാണ് രണ്ട് ഇദ്ഹബാ എന്ന് പറഞ്ഞത്. ഒരാളുള്ളൂ എങ്കിൽ ഇദ്ഹബ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇത് രണ്ടാളുള്ളത് കൊണ്ടാണ് ഇദ്ഹബാ. അങ്ങനെയാണെങ്കിൽ മൂന്നാളുകൾ ഉണ്ടെങ്കിൽ എന്തായിരിക്കും പറയുക? ഒരാളുള്ളെങ്കിൽ ഇദ്ഹബ് എന്ന് പറഞ്ഞാൽ മതി. രണ്ടാളാണെങ്കിൽ ഇദ്ഹബാ എന്ന് പറയണം. അറബിയാണല്ലോ, ഒന്നുണ്ടാവുമല്ലോ. അപ്പം മൂന്നാളാണെങ്കിൽ ഞാൻ എന്താ പറയാ? ഇദ്ഹബൂ. ഇവിടെ സക്കീർക്ക മാത്രമേ പഠിക്കണുള്ളൂ. ഇദ്ഹബൂ. നാലാളാണെങ്കിൽ എന്താ പറയാ? ഇദ്ഹബ്. പറഞ്ഞോളേ. ഇദ്ഹബ് തന്നെ. ഇനി 4 അല്ല 4 കോടി 4 ലക്ഷം വന്നാലും ഇദ്ഹബൂ തന്നെയാണ്. ഇദ്ഹബാ, നിങ്ങൾ രണ്ടുപേരും പോകണം. ഇലാ ഫിർഔന, ഫിർഔനിന്റെ അടുത്തേക്ക്. അപ്പൊ അടുത്ത സംശയം, ഇല അല ഫി മിൻ ബി എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അറബിയിൽ ഒരു പ്രയോഗമുണ്ട്. തൊട്ടടുത്ത അക്ഷരത്തിന്, തൊട്ടടുത്ത പദത്തിന് കെസ്റ് വരിക, ജറാണ് വരാറുള്ളത്. ഇതുപോലെ ഇന്നാ ലില്ലാഹി. ലില്ലാഹ എന്ന് പറയില്ല, ലില്ലാഹി. അവിടെ ലീന്ന് വന്നു. ഫില്ലാഹി, മിനല്ലാഹി, ബില്ലാഹി. ഇവിടെ ഇല വന്നല്ലോ. ഇവിടെ നിന്നിട്ട് നമ്മൾ ഫിർഔനാന്നാണല്ലോ പറഞ്ഞ്, തെറ്റുപറ്റിയോ? ഇലാ ഫിർഔനീന്നല്ലേ ഭാഷാപരമായിട്ട് പറയേണ്ടത്. അതിൽ അങ്ങനത്തെ ചില പേരുകളുണ്ട്. ആ പേരുകൾക്ക് പിന്നെ ചില മുറക്കബായ പേരുകളാണ്. ആ പേരുകൾ വന്നു കഴിഞ്ഞാൽ അതിനൊരിക്കലും മാറ്റം വരില്ല. മാറ്റം വരാത്ത ചില സവിശേഷം. ഇപ്പോൾ ഉദാഹരണത്തിന് മറിയമ. മറിയമ എന്നുള്ളത്, മറിയം എന്നുള്ള പേര്, അത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹർക്കത്തുകൾ മാറേണ്ടതില്ല ശരിക്കും. അത് എവിടെ വന്നാലും മറിയം തന്നെയാണ്. മക്ക. മക്ക എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ മുമ്പിൽ ഇലാന്ന് വന്നാലും ഫീന്ന് വന്നാലും മീന്ന് വന്നാലും മക്കത്താന്നേ പറയുള്ളൂ. മക്കത്തീന്ന് പറയില്ല അവിടെ.
അതേപോലെയാണ് ഫിർഔൻ എന്ന നാമങ്ങൾ. ഈസ എന്നുള്ള നാമത്തിൻ്റെ മുമ്പിൽ മിന്നോ ഇലാന്നോ ഫീന്നോ വന്നാൽ ഈസു എന്ന് വിളിക്കൂല, ഈസ എന്ന് തന്നെ വിളിക്കൂ. അങ്ങനെയുള്ള മുറക്കബായ നാമങ്ങളുണ്ട്. അതേപോലെ ഫിർഔന ഇല എന്ന് വന്നാൽ തൊട്ടടുത്ത നാമം പേരിന് കെസർ വരണം, എന്നാൽ മുറക്കബായ മാറ്റം വരാത്ത ആ നിലക്കുള്ള ചില പ്രയോഗങ്ങളിൽ മാറ്റങ്ങൾ വരില്ല. അവിടെ ഇല ഫിർഔന ഇന്നഹു തീർച്ചയായും അവൻ അതിക്രമിയായിരിക്കുന്നു, അതിര് വിട്ടിരിക്കുന്നു. ഇദ്ഹബാ നിങ്ങൾ രണ്ടുപേരും പോകണം. അബ്ദുറഹ്മാൻ നാസിർ സഅദിയെ പോലെ തഫ്സീർ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ ചരിത്ര തഫ്സീർ ഗ്രന്ഥങ്ങളിൽ പോലെ വിശദീകരിക്കുന്നുണ്ട്. ഈ രണ്ട് പ്രയോഗത്തിലൂടെ, ഇദ്ഹബാ എന്ന പ്രയോഗത്തിലൂടെ, ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന എന്ന പ്രയോഗത്തിലൂടെ, ഇത് ഇവരോട് രണ്ടു പേരോടുമായിട്ടുള്ള പ്രയോഗങ്ങളാണ്. നേരത്തെ ഇദ്ഹബ് അൻത വഅഖൂക എന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു വലാ തനിയ നിങ്ങൾ രണ്ടുപേരും മറക്കരുത് എന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞ വാക്കാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ച് നബിതങ്ങൾ വിശദീകരിച്ച് പറഞ്ഞതുപോലെ ഇന്ന അബ്ദി കുല്ലു അബ്ദിൽ ലദീ യദ്കുറുനി വഹുവ മുനാജിസുൻ ഖിർനിഹി. അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു അടിമക്കുണ്ടാകുന്ന മഹത്തരമായ സ്ഥാനങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ട് ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗാ എന്ന് പറഞ്ഞാൽ ഐ തമറദ് വഅതാ വതജ്ഹറ അലല്ലാഹി വഅസാ. ഫിർഔൻ ഒരുപാട് ധിക്കാരം ചെയ്തിരിക്കുന്നു, തമറുദിൻ അതിര് വിട്ടിരിക്കുന്നു, വഅതാ ധിക്കാരം പ്രവർത്തിച്ചിരിക്കുന്നു, വതജ്ഹരിമു അലല്ലാഹ് അല്ലാഹുവിനെതിരെ പലതും കെട്ടിച്ചമച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വഅസാ അല്ലാഹനെ ധിക്കരിച്ചുകൊണ്ടിരിക്കുന്നു. അത്രക്ക് വലിയ അതിക്രമകാരിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനാണ് അല്ലാഹു എന്ന് പറയുക എന്ന ഏറ്റവും വലിയ ധിക്കാരം വരെ പ്രവർത്തിച്ചവനാണ് ആ ഫിർഔൻ എന്ന അർത്ഥം. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ CM മടവൂരിൻ്റെ കറാമത്തുകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കാം. ഒരു ഷെയ്ഖ്, ഒരു പ്രാസംഗികൻ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പറയുകയാണ്, CM മടവൂരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ മഹാനാണ്. അദ്ദേഹം ഒരിക്കൽ ഒരു സദസ്സിൽ വെച്ച് പറഞ്ഞു അനല്ലാ എന്ന് പറഞ്ഞു. എന്താ അനല്ലാ എന്ന് പറഞ്ഞ? ഞാനാണ് അല്ലാഹ്. അപ്പോൾ മുമ്പിലുണ്ടായിരുന്ന മറ്റൊരു ബഹുമാന്യനായ പണ്ഡിതൻ ചോദിച്ചു, അങ്ങനെ പറഞ്ഞാൽ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതൊക്കെ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഇൽഹാമാണ്. അള്ളാഹ് എന്നെ കൊണ്ട് തോന്നിപ്പിച്ചിട്ടത് പറയിപ്പിച്ചതാണ്, വഹി കിട്ടിയ പോലെയാണ്. എന്നിട്ടത് വിശ്വസിക്കുന്ന പാടി നടക്കുന്ന ജനകൗമുകളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഞാൻ അള്ളയാണ് എന്ന് പറഞ്ഞത് ധിക്കാരമായിട്ടാണ് ഫിർഔനിന്റെ സൂചിപ്പിച്ചത്. എന്നിട്ട് ഇവിടെ അള്ളാഹുവിന്റെ ഖുർആനിലൂടെ അത് പറഞ്ഞു കാണുന്നു. ഈ തമറുദ് നടത്തുന്ന, അള്ളാഹുവിനെതിരെ ധിക്കാരം നടത്തുന്ന ഫിർഔനിന്റെ അരികിലേക്ക് നിങ്ങൾ പോകണം. അങ്ങനത്തെ കുറേ ഫറോമാർ നമ്മുടെ നാട്ടിൽ കൂടെ നടക്കുന്നുണ്ട്. ധിക്കാരത്തിൻ്റെ, ധാർഷ്ട്യത്തിൻ്റെ, പടച്ചറബിനെ വെല്ലുവിളിക്കുന്ന ഒട്ടനേകം മനുഷ്യന്മാർ. എന്താ ചെയ്യേണ്ടത്? ഇദ്ഹബാ നിങ്ങൾ രണ്ടാളും പോകണം, ഒഴിവാക്കാൻ പറ്റൂല. ഇലാ ഫിർഔന ഫിർഔനിൻ്റെ അടുത്തേക്ക്. ഇന്നഹു തഗാ അവൻ വല്ലാതെ അതിരുവിട്ടിരിക്കുന്നു. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫഖൂലാ ലഹു നിങ്ങൾ രണ്ടുപേരും അവനോട് പറയണം. കാല പറഞ്ഞു, കാല പറഞ്ഞു, കാല പറഞ്ഞു, ബകാ കരഞ്ഞു, മാഷാ നടന്നു, അജലസ ഇരുന്നു, താറാ പറന്നു. കേട്ടിട്ടുണ്ടോ? അങ്ങനത്തെ പാട്ടും കേട്ടിട്ടില്ലേ? ഇവിടെ എത്തിയിട്ടില്ല, കണ്ണൂർക്ക് എത്തിയിട്ടില്ല. കാല പറഞ്ഞു, ബകാ കരഞ്ഞു, മാഷാ നടന്നു, ജലസ ഇരുന്നു, താറാ പറന്നു. അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു ത്രാസപ്രാസത്തിൽ പഠിക്കാൻ പറ്റുന്ന വാക്കുകളാണ്. ഇതിൽപ്പെട്ടാണ് കാല പറഞ്ഞു, ബക്ക കരഞ്ഞു, മഷ നടന്നു, ജലസ ഇരുന്നു. അപ്പൊ കാല ഒരാൾ പറയുന്നതിന് കൂലാ ലഹു നിങ്ങൾ രണ്ടുപേരും അവനോട് പറയണം. കൂലാ ലഹു നിങ്ങൾ രണ്ടുപേരും അവൻ ഒരുത്തനോട് പറയണം. എന്തു പറയണം? ഖൗലൻ ഒരു വാക്ക്, ഒരു ഉപദേശം. ആ വാക്ക് നിങ്ങൾ പറയണം. അതെങ്ങനെയുള്ള വാക്കായിരിക്കണം? ലൈന സൗമ്യമുള്ള, മയമുള്ള, നയമുള്ള നല്ലൊരു വാക്കായിരിക്കണം പറയേണ്ടത്.
അപ്പുറത്തുള്ള ആള് മോശാണ്, പക്ഷെ ഇപ്പുറത്തുള്ള ആളും മോശമാകരുത്. ഇത് പള്ളിയിൽ ബാധകമാണ്, കുടുംബത്തിൽ ബാധകമാണ്, ഭാര്യൻ്റെ അടുത്ത് ബാധകമാണ്, മക്കളെടുത്ത് ബാധകമാണ്. ഖൗലൽ ലയ്യിന, സൗമ്യമായ വാക്ക് നിങ്ങൾ പറയണം. ഫിർഔനിനോട് പോലും നിങ്ങൾ ചെന്നിട്ട് ഖൗലൽ ലയ്യിന, സൗമ്യമായ വാക്ക് പറയണം. നമ്മുടെ വിശദീകരണം പറയുന്നുണ്ട് എന്താ അങ്ങനെ പറഞ്ഞാൽ എന്നുള്ളത്. ലഅല്ലഹു, ചിലപ്പോൾ അവൻ ആയേക്കാം, ആ വാക്കുകൾ ആ സൗമ്യത കൊണ്ട് ആയേക്കാം. ലഅല്ല എന്ന് പറഞ്ഞ ഒരു പ്രതീക്ഷയുടെ വാക്കിനാണ് ലഅല്ല എന്ന് ഉപയോഗിക്കുക. ആയേക്കാം, ആയേക്കാം, ശരിയായേക്കാം. ലഅല്ലഹു, അവനായേക്കാം. യതദക്കറു, അവൻ ഉപദേശം സ്വീകരിക്കുന്നവനായേക്കാം. അവൻ തദക്കറു, ചിന്തിക്കുന്നവനായേക്കാം. നല്ലപോലെ പറഞ്ഞു കൊടുത്താൽ അവൻ ചിന്തിക്കുന്നവനായേക്കാം. ഔ, അല്ലെങ്കിൽ യഖ്ഷാ, അവന് ചെറിയൊരു ഉൾഭയം, ഒരു അല്ലാഹുവിനെ പേടി അവൻക്ക് സംഭവിച്ചേക്കാം. നിങ്ങൾ അവിടെ ചെന്ന് വയലൻ്റായി സംസാരിച്ചാൽ ഇതൊന്നും നടക്കൂല. നിങ്ങൾ നല്ലപോലെ പോയി സംസാരിച്ചാൽ ഇതൊക്കെ നടക്കാം. ഈ കൗൺസിലിംഗ് ഡെസ്കുകളിലൊക്കെ എന്താ പണി? ഏത് അപരാധം ചെയ്തവനാണെങ്കിലും അവനെ സൗമ്യമായി പറഞ്ഞ് നയത്തോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് അവനെ ശരിപ്പെടുത്തുക എന്നുള്ളത് വലിയ കാര്യമാണ്. പലപ്പോഴും അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഈ വരുന്ന ആളുകൾ നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്കിഷ്ടമല്ലാത്ത പല കാര്യങ്ങളും അവർ പറയുകയും ഒക്കെ ചെയ്യും. പക്ഷെ നമ്മളിൽ നിന്ന് അവിവേകപരമായ പെരുമാറ്റങ്ങൾ ഉണ്ടായിക്കൂടാ. ഇവിടെ ഈ ആയത്തിൻ്റെ വിശദീകരണം വായിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിലെ തഫ്സീറുകളിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ഒക്കെ പറഞ്ഞൊരു വാക്ക്, ഈ രണ്ട് ആയത്തുകൾ ഇബ്റത്തുൻ അദീമത്തുൻ, ശ്രദ്ധിക്കണം, ഈ രണ്ട് ആയത്തുകൾ വലിയ ഗുണപാഠമുണ്ട്. വഹുവ അന്ന ഫിർഔന ഫീ ഗായത്തിൽ ഉതുബി വൽ ഇസ്തിക്ബാർ, അന്ന് ജീവിച്ചിരുന്ന ധിക്കാരത്തിന്റെ അഹങ്കാരത്തിന്റെ പരമോന്നത പദവിയിലിരിക്കുന്ന ഫിർഔൻ, വമൂസ സഫവത്തുല്ലാഹി മിൻ ഖൽഖിഹി ഇദ, അതേ സമയത്ത് അള്ളാഹുവിൻ്റെ പരിശുദ്ധനാക്കപ്പെട്ട തെളിമയാർന്ന പ്രവാചകരായി ഇപ്പുറത്ത് മൂസാ നബി അലൈഹിസ്സലാം. എന്നിട്ടാണ് കൽപ്പന. ഇപ്പുറത്ത് പരിശുദ്ധനായ ഒരു നബി, അപ്പുറത്ത് പരമധികാരിയായ ഒരു മനുഷ്യൻ. എന്നിട്ട് കൽപ്പിക്കുകയാണ്, അല്ലാ യുഖാതിബ ഫിർഔന, നിങ്ങൾ ഒരിക്കലും ഫിർഔനോട് സംസാരിക്കാൻ പോകരുത്, ഇല്ലാ ബിൽ മുലാത്തഫതി വല്ലീനി, അനുകമ്പയോടെ സൗമ്യതയോടെ ലളിതമായിട്ടല്ലാതെ നിങ്ങൾ അയാളോട് സംസാരിക്കാൻ പോകരുത്. കമാ ഖാല യസീദുർ റഖാശി ഇൻദ ഖൗലിഹി, മഹാനായ യസീദുർ റഖാശിയുടെ ഉപദേശങ്ങളിൽ കാണാൻ സാധിക്കും, യാ മൻ യതഹബ്ബബു ഇലാ മൻ യുആദിഹി ഫകൈഫ ബിമൻ യതവല്ലാഹു വയുനാദിഹി. ഒരു കവിതയെ കൂടെ ഒരു ഉപദേശം തരികയാണ്. യാ മൻ യതഹബ്ബബു ഇലാ മൻ യുആദിഹി, ആരുണ്ട് സ്നേഹിക്കുന്നവർ, തന്നോട് ധിക്കാരം പ്രവർത്തിക്കുന്നവരെ. നമ്മളെ ഉപദ്രവിക്കുന്ന ഒരാളെ സ്നേഹിക്കുന്നവർ ഈ ലോകത്ത് ആരാളുള്ളത്? ഫകൈഫ ബിമൻ യതവല്ലാഹു വയുനാദിഹി, സ്നേഹിക്കാതെ നിങ്ങൾക്ക് എങ്ങനെ അവനെ നന്നാക്കാനും തിരുത്താനും പറ്റും? ശരിയാണ്, നമ്മളെ ഇങ്ങോട്ട് ഉപദ്രവിക്കും, പക്ഷെ അവനെ അങ്ങോട്ട് നമ്മൾ ഗുണകാംക്ഷയോടെ സ്നേഹിക്കാൻ കഴിയില്ലെങ്കിൽ നമുക്ക് എങ്ങനെ അവനെ നന്നാക്കാൻ കഴിയും? എങ്ങനെ തിരുത്താൻ കഴിയും? മക്കളിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കും, മക്കൾ പറഞ്ഞനുസരിക്കാത്ത പ്രശ്നങ്ങൾ വരും, ധിക്കാരങ്ങൾ വരും. എൻ്റെ മോനല്ല, എന്നോടൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് ഇയാൾ ഒഴിഞ്ഞു പോയ പ്രശ്നം തീരൂല. അവൻ്റെ കാര്യത്തിലൊന്നും ഞാൻ ഇടപെടൂല, കാര്യമല്ല പറഞ്ഞിട്ട് വരണം, സംസാരിക്കണം, പോകണം. അവൻ നമ്മുടെ കുട്ടിയാണ്, നമ്മുടെ മോനാണ്. ചിലപ്പോൾ ഒന്ന് ചേർത്ത് പിടിച്ചാൽ, ഒന്ന് കൈപ്പിടിച്ചാൽ, ഒന്ന് മോനേന്നൊന്ന് വിളിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളുണ്ടാവുള്ളൂ ചിലപ്പോൾ. അതിന് നമ്മൾ ധാർഷ്ട്യം കാണിക്കരുത്. അവിടെയാണ് ഈ പറഞ്ഞത്, വാക്കുകൾ സൗമ്യത നിറഞ്ഞ വാക്കുകൊണ്ട് ഫിർഔനിന്റെ മനസ്സ് മാറ്റാൻ പറ്റും. വഖാല വഹബ് ഇബ്നു മുനബ്ബഹ് റഹിമഹുല്ലാഹ്, പ്രസിദ്ധനായ താബഈ പണ്ഡിതൻ പറയാ, ഖുലാ ലഹു, നിങ്ങൾ രണ്ടുപേരും ഫിർഔനോട് പോയിട്ട് പറയണമെന്ന് പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, ഇന്നി ഇലൽ അഫ്വ വൽ മഗ്ഫിറതി അഖ്റബു മിന്നി ഇലൽ ഗളബി വൽ ഉഖൂബതി. ഇതിന്റെ അടിസ്ഥാനത്തിൽ
എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മാപ്പ് നൽകലും മഗ്ഫിറത്ത് നൽകലുമാണ്. ദേശത്തിനേക്കാട്ടിലും ശിക്ഷ കൊടുക്കുന്നതിനേക്കാട്ടിലും എനിക്കിഷ്ടം അങ്ങനെയാണ്. നമ്മളോട് ഇങ്ങോട്ട് മോശമായി പെരുമാറുന്നവരോട് ദേഷ്യം പിടിക്കലും പ്രതികാര നടപടി സ്വീകരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം അയാൾക്ക് മാപ്പ് കൊടുക്കലും അദ്ദേഹത്തിന് പുറത്തു കൊടുക്കലാണ് നിങ്ങൾക്ക് നല്ലത്. പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് ഏറ്റവും സൗമ്യമായ വാക്ക്, അത് പറഞ്ഞോളൂ എന്നാണ്. وقال عن حسن البصري رحمة الله عليه حسن البصري പറഞ്ഞിരിക്കുന്ന താബിഈ പണ്ഡിതൻ പറഞ്ഞിരിക്കുന്നത് അഅദിറൻ ഇലൈഹി ഖൗലൻ ലഹു ഇന്ന ലക റബ്ബൻ വലക മആദൻ. സൗമ്യമായി പറയണമെന്ന് പറഞ്ഞ വാക്ക്, ഫിർഔനെ നിനക്കൊരു റബ്ബുണ്ട് ട്ടോ, നിനക്കൊരു മടക്കമുണ്ട് ട്ടോ. വഇന്ന ബൈന യദൈക ജന്നതൻ വനാറതൻ, നിന്റെ മുമ്പിൽ സ്വർഗ്ഗവും നിന്റെ മുമ്പിൽ നാറൻ നരകമൊക്കെ വരാണ്ട് ട്ടോ എന്നവൻക്ക് നല്ലപോലെ പറഞ്ഞു കൊടുക്കണേനാണ് സൗമ്യതയുടെ വാക്ക് എന്ന് പറഞ്ഞത്. നല്ല വിശദീകരണങ്ങൾ തഫ്സീറുകളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, വൽഹാസിലു മിൻ അഖ്വാലിഹിം അൻ ദഅൗതുഹുമാ ലഹു തകൂന ബികലാമി റഖീഖിൻ. ശ്രദ്ധിച്ചോളൂ, ഈ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അവിടെ ചെന്ന് സംസാരിക്കേണ്ടത് ലയ്യനായ സംസാരമാകണം, സഹിലായിരിക്കണം. കടിച്ചാ പൊട്ടാത്ത വാക്കല്ല അവിടെ കൊണ്ടുപോയിട്ട് പറയേണ്ടത്. നമ്മളെ ചില ലേഖനങ്ങളും ചില പുസ്തകങ്ങളും ചില ആളുകളുടെ പ്രഭാഷണങ്ങൾക്ക് മുമ്പിൽ ഭയങ്കര സൗണ്ട് വച്ചുമ്പോഴൊക്കെ ഉണ്ടാവും, പക്ഷേ മുമ്പിലിരിക്കുന്ന മനുഷ്യർക്ക് ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും അറിയില്ല. പച്ച മലയാളത്തിലേക്കും സംസാരിച്ചിട്ടുണ്ടാവുക. നിങ്ങൾ സഹിലായ ലളിതമായ വാക്കുച്ചരിക്കാൻ, അതേപോലെ റഫീഖിൻ അനുകമ്പയുള്ള താല്പര്യം ജനിപ്പിക്കുന്ന വാക്കായിരിക്കണം. ലിയകൂന ഔഖഉ ഫിൻ നുഫൂസി വഅബ്ലഗിൻ വഅൻജഹിൻ. ഒരു മനുഷ്യൻ്റെ മനസ്സിനെ സ്വാധീനം ഉണ്ടാക്കുന്നത് കടിച്ചാ പൊട്ടാത്ത കേട്ടാ തിരിയാത്ത വാക്കുകൾക്കല്ല, സൗമ്യത നിറഞ്ഞ സാവകാശം നിറഞ്ഞ അവധാനതയുടെ വാക്കുകളാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിന് മാറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മനസ്സുകളിലേക്ക് നല്ല വാക്കുകൾ കയറണം. ഹദീസ് നോക്കി നിങ്ങൾ, ആരെങ്കിലും മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ, നല്ലത് പറയട്ടെ, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. നല്ലത് മനസ്സുകളിലേക്ക് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നതല്ലോ. അതുപോലെ തന്നെ വിശുദ്ധമായ വചനങ്ങളിൽ കാണാം, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലെ ആയത്തിലൂടെ പറഞ്ഞു, ഉദ്ഉ ഇലാ സബീലി റബ്ബിക്, നിങ്ങൾ നിങ്ങളുടെ റബ്ബിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കണം. എങ്ങനെ ക്ഷണിക്കണം? ബിൽ ഹിക്മത്തി, നല്ല ഹിക്മത്തോടെ ക്ഷണിക്കണം. സ്ഥലം മനസ്സിലാക്കണം, ആളെ മനസ്സിലാക്കണം, പരിസരം മനസ്സിലാക്കണം. പ്രാസംഗികന്മാരായാലും പ്രബോധകന്മാരായാലും സംഘടനാ നേതാക്കളാണെങ്കിൽ ഹിക്മത്തില്ലാതെ സംസാരിക്കരുത്. നമ്മുടെ ഒരൊറ്റ സംസാരം ചിലപ്പോൾ ഒരു പള്ളിയെ വരെ കീഴ്മേൽ മറിക്കാം, അധികാരങ്ങൾ നഷ്ടപ്പെടാം. നമ്മുടെ ചില പ്രയോഗങ്ങൾ, ഹിക്മത്തില്ലായ്മകൾ ഒരു നാട്ടിൽ ധാരാളം ഫിത്നകൾ പരക്കാം, ധാരാളം പ്രശ്നങ്ങൾ. വൽ മൗഇദത്തിൽ ഹസന, നല്ല സദുപദേശങ്ങൾ കൊണ്ട് അള്ളാന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കണം. വജാദിൽഹും, അവരോട് തർക്കിക്കേണ്ടി വന്നാൽ തർക്കിക്കണം. ബില്ലതി ഹിയ അഹ്സൻ, കൈവിട്ടു പോകരുത്, മോശമായിട്ട് പോകരുത്. ഞാൻ ഈ ഇടക്കാലത്ത് വെച്ചിട്ട് ഒരു 5-6 ഗ്രൂപ്പിൽ ഈ ഖുറാഫാത്തുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ആകെ കിട്ടുന്ന ഏതെങ്കിലും യാത്രാ സന്ദർഭങ്ങളോ മറ്റും വെച്ചിട്ടാണ് ഈ സംവാദങ്ങളൊക്കെ നടക്കുക. പക്ഷേ ശരിക്ക് വാപ്പാനി ഇമ്മാനി അടക്കമുള്ള തെറികളാണ് വിളിക്കുന്നത്, പച്ച തെറികളാണ് വിളിക്കുന്നത്. അതിന് ദേഷ്യം പിടിച്ചിട്ട് നമ്മളെ ചില ആൾക്കാരും അതിൻ്റെ ഇരട്ടിപ്പുറം അങ്ങോട്ട് ജൊറ്റത്തന്തൊക്കെ പുറത്തോനാണെങ്കിൽ പറയടാന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെ അപ്പോൾ ആ വാക്കിനൊക്കെ ഗൗരവം കയറി പോകണം. എടുക്കാൻ പതുക്കെ ലെഫ്റ്റായി പോകും. അപ്പോൾ മറ്റേ ചങ്ങായി പിന്നെ ആഡ് ചെയ്യും. ഇതെന്ന് എങ്ങനെയെങ്കിലും ഈ ഷെറിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എമ്മാതിരി ദീനിൻ്റെ പേരിലാണ് ഈ പറയുന്നതൊക്കെ. ഇതെന്ന് ആര് എന്തു മനസ്സിലാക്കുന്നു? വളരെ മോശപ്പെട്ട പ്രയോഗങ്ങളാണ് ശത്രുഭാഗത്തു നിന്നുണ്ടാവുക എന്ന് വിചാരിച്ച് നമ്മൾ അതുപോലെ പറയാൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ അഇരിദ് അനിൽ ജാഹിലിയും പറഞ്ഞത്. ജാഹിലീങ്ങളെയൊക്കെ ഒന്ന് പതുക്കെ ഒഴിഞ്ഞു പോകലാണ് മാർഗം. അവരെ തിരുത്താൻ കഴിയില്ല, അവരുടെ വാക്കുകൾ നമുക്ക് ചിലപ്പോൾ അതേപോലെ സഹിക്കാൻ കഴിഞ്ഞോളുന്നില്ല. ഇത് വളരെ വിലപ്പെട്ട ഉപദേശമായിട്ടാണ് പറഞ്ഞത്. ബില്ലതി ഹിയ അഹ്സൻ,
ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ അവരോട് സംവദിക്കുകയും വേണം. ഒഴിഞ്ഞു പോകാൻ അതിലൊന്നും വഴുപ്പില്ല. മാത്രമല്ല, മഹാന്മാരായ ഉലമാക്കന്മാർ പറയാണ് ലഅല്ലഹു യതദക്കറു ഔ യഖ്ഷാ എന്ന് പറഞ്ഞാൽ അവൻ ഭയപ്പെട്ട് പോയിട്ടുണ്ടാകാം, അവൻ ഉപദേശം സ്വീകരിക്കാം എന്നൊക്കെ പറയുന്ന കാര്യത്തിൽ സയദ്ദക്കറു മൻ യഖ്ഷാ, ഒരാള് അള്ളാഹുവിലുള്ള ഭയം തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ഉപകാരപ്പെടും ഉപദേശിക്കുമ്പോൾ. അള്ളാഹുവിലുള്ള അള്ളാഹുവിനെ പറ്റിയുള്ള ഉപദേശങ്ങൾ ഒരാളുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുന്നത് അയാളിൽ ഒരു ചെറിയ ഭയം, ജീവിതത്തിൽ ഒരു ഭയം വരുമ്പോഴാണ്. ഞാൻ പടച്ചോൻ്റെ അടിമയാണ്, ഞാൻ പടച്ചോൻ്റെ മുമ്പിൽ നിൽക്കേണ്ടവനാണ് എന്നുള്ള. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ സംസാരങ്ങളിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ ആദ്യം തുടങ്ങണം. അള്ളാഹ് എന്ന സംസാരമല്ലാതെ നമ്മൾ വേറെയുള്ള എന്ത് കാര്യം നീട്ടിപ്പരത്തി പറഞ്ഞാലും അത് ആളുകൾ അത്ര വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കൂല. എല്ലാ അമ്പിയാക്കന്മാരും ക്ഷണിച്ചത് അള്ളാഹുവിലേക്കാണ്. യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. ആൾ ഖുറാഫാത്ത് ഉണ്ടാകാം, കള്ളത്തരം കാണിക്കുന്നുണ്ടാകാം, അയാൾക്ക് വേറെ പൊട്ടത്തരങ്ങളൊക്കെ പലതും ഉണ്ടാകാം. അയാളോട് നമുക്ക് സംസാരിക്കാനുള്ളത് ആദ്യം അള്ളാഹ് ആരാണ്, പടച്ചോൻ ആരാണെന്നുള്ളതാണ്. സയദ്ദക്കറു മൻ യഖ്ഷാ. നമ്മൾ ഈ രംഗത്ത് ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന കാര്യത്തിൽ നമുക്ക് പിറകോട്ട് പോകാൻ കഴിയൂല. എന്താ കാരണം? ഇത് ഒരു നബിമാരുടെ മാത്രം ഉത്തരവാദിത്വമല്ല. തഫ്സീറിൽ പറയാണ് ലാ തഖുൽ അൻത യാ മൂസാ വ അഖൂക ഹാറൂൻ അഹ്ലികുഹു. ഇവിടെ ഒരിക്കലും മൂസാ നബിയോടും ഹാറൂൻ നബിയോടും നിങ്ങൾ അവിടെ പോയിട്ട് അവരെ നശിപ്പിക്കൂ എന്നല്ലല്ലോ പറഞ്ഞത്. അവരെ നശിപ്പിക്കണം എന്നല്ല പറഞ്ഞത്, അവരെ നന്നാക്കണം എന്നാ പറഞ്ഞത്. وقبل أن نعذر إليه وها هنا نذكر شعر زيد بن عمرو بن نفيل. തഫ്സീറിൽ അംർ ബിൻ നുഫൈലിന്റെ ഒരു കവിതയിലൂടെയൊക്കെ ഇത്തരത്തിലുള്ള സംസാരത്തിന്റെ ഉപദേശം കൊടുത്തിട്ടുണ്ട്. വഅൻതല്ലദീ മിൻ ഫളിൻ മന്നിൻ വറഹ്മത്തിൻ بعثت إلى موسى رسولا مناديا فقلت له فاذهب وهارون فادعوا إلى الله فرعون الذي كان باغيا فقولا له هل أنت سويت هذه بلا وتد حتى استقلت كما هيا. ഈ ഇതേ സംഭവത്തെ കവിതയിലേക്ക് മാറ്റിയ പണ്ഡിതനാണ് സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ. സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ അവർ പറഞ്ഞത്രേ ഉള്ളൂ. ദീനിന്റെ വിഷയത്തിൽ ഏറ്റവും ലോലമായ സൗമ്യമായ സംസാരത്തിന്റെ ഉടമകളാകാൻ വേണ്ടിയാണ് അവരെല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പനയിലേക്ക് അവർ വന്നിട്ടുള്ളത്, ആ നന്മയിലേക്ക് എത്താൻ വേണ്ടി. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നിങ്ങളുടെ കൂട്ടത്തുനിന്ന് ഒരു ഖൗം എപ്പോഴും ഉണ്ടാകണം. ഇത് ഒരു ഉസ്താദിൻ്റെ പണി മാത്രമല്ല, ഖത്തീബിൻ്റെ പണിയല്ല, സദർ മുദരിസിൻ്റെ പണിയല്ല, സക്കാഫിയുടെ പണിയല്ല, സലഫിയുടെ പണിയല്ല, എല്ലാവരും പണിയാണ്. സംശയമുള്ളവരോടെ ഞാൻ പറയണത്, ദഅവത്ത് നടത്തുക, ഇസ്ലാമിക പ്രബോധനം നടത്തുക, നമ്മൾ ഈ ആശയം പറയാന്നുള്ളത് ഏതോ ഒന്നോ രണ്ടോ ആളുകളുടെ ചുമതലയല്ല. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു ഉമ്മത്ത് നിങ്ങളിൽ ഉണ്ടാവണം. യഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കണം. വയൻഹൗന അനിൽ മുൻകർ, തിന്മകളെ വിരോധിക്കണം. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് യഥാർത്ഥ വിജയികൾ. നമ്മൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ ഈ കാര്യവുമായിട്ട് ചൊല്ലേണ്ടി വരുമല്ലോ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുമായിട്ട്. ബനു ഇസ്രായേലുകാരായ ആളുകളിൽ ഒരുപാട് തിന്മ പെരുകിയ സമയത്ത് ചില ആളുകൾ അത് പോയി തിരുത്താൻ ചെന്നു. അപ്പോൾ നാട്ടിൽ ചില ആൾക്കാർ ചോദിച്ചു, നിങ്ങളെന്തിനാ അവരെ തിരുത്താൻ പോകുന്നത്? ചെയ്യുന്നവർ ചെയ്തോട്ടെ, അവർ നശിക്കണേ നശിച്ചോട്ടെ, അത് അവരും അള്ളയും തമ്മിലല്ലേ. അപ്പോൾ ആ ഉപദേശിക്കാൻ ചെന്ന ആളുകൾ പറഞ്ഞൊരു മറുപടി ഉണ്ടായിരുന്നു. എന്താ അറിയോ? എന്താ മറുപടി എടുത്ത്? ഖാലു, അവർ പറഞ്ഞു, മഅ്ദിറതൻ ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ അടുത്ത് നിങ്ങൾക്ക് മഅ്ദിറത്ത് പറയാം, ഒരു ഉദ്റ് പറയാം. പടച്ചോനെ, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്, ഞാൻ അവനോട് അപ്പേ പറഞ്ഞതാണ് ഇത് ശരിയല്ല കേട്ടോ, അത് ചെയ്യരുത് കേട്ടോ. അത് നമുക്ക് പറയണമെങ്കിൽ നമുക്കതിന് വകുപ്പുണ്ടാവണം. നമ്മൾ നന്മ കൽപ്പിക്കൂല, തിന്മ വിരോധിക്കൂല, ദഅവത്തൊന്നും നടത്തൂല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ പോലും പിന്നെ പടച്ചോൻ സ്വീകരിക്കൂല എന്നാ.
ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ. പക്ഷേ ഇതിലെന്താ പ്രശ്നം അറിയോ? നമുക്കൊക്കെ അറിയാം ദഅവത്ത് നടത്തണം, ഭയങ്കര നല്ല കാര്യമാണ്, നല്ല കൂലിയുണ്ട്, നല്ല സംഭവമാണെന്നൊക്കെ നമുക്കൊക്കെ അറിയാം. പിന്നെ എന്താ പ്രശ്നം എന്നറിയോ? ഇത് കുറച്ച് ത്യാഗം ചെയ്യണം, കഷ്ടപ്പാടുണ്ട്. ഈ കഷ്ടപ്പാടിനാണ് ആളുകൾ തയ്യാറില്ലാത്തത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളൊക്കെ വിചാരിക്കുക, എല്ലാ തിരക്കുകളും കഴിഞ്ഞ് നല്ല സമയവും സന്ദർഭമൊക്കെ ഒത്തിണങ്ങി വന്നാൽ ഞാൻ ചെയ്യാം, ഞാൻ വരാം, ഒരു മീറ്റിംഗ് ഉണ്ട് വരാൻ പറ്റും, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ട്, ഒരുപാട് അവിടെ ഇവിടെ കുറേ പരിപാടി, അതൊന്നും ഇല്ലെങ്കിൽ ഞാൻ വരാം. വ്യത്യാസം മനസ്സിലായല്ലോ? അല്ല, ഞാനത് എങ്ങനെയെങ്കിലും ഞാൻ അവിടെ എത്തും. ഇതെൻ്റെ ത്യാഗത്തിൻ്റെ മേഖലയാണ് എൻ്റെ ദഅവത്ത്. എല്ലാ സൗകര്യങ്ങളും കഴിഞ്ഞ് നടക്കൂല. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹിജ്റ പോവുകയാണ്, ഉറപ്പല്ലേ? ആരാ തീരുമാനിച്ചത്? അള്ളയാണ് തീരുമാനിച്ചത് അബൂബക്കർ റളിയല്ലാഹു നബിൻ്റെ കൂടെ പോകണം എന്നുള്ളത്. ത്യാഗമാണ്, ദഅവത്താണ്, ഹിജ്റയാണ്. പോകാൻ നിൽക്കുമ്പോൾ അന്ന് വീട്ടിൽ നിന്ന് പടി ഇറങ്ങുമ്പോൾ ഭാര്യ അസ്മാ റളിയല്ലാഹു അൻഹ ഗർഭിണിയാണ്. വേണമെങ്കിൽ പ്രസവം കഴിഞ്ഞിട്ട് നോക്കാം, അത് നടക്കൂല, അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. അന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പ്രായം 50ൻ്റെ മുകളിലാണ്. ഹിജ്റ പോണ സമയത്ത് 50ൻ്റെ മുകളിൽ, പ്രായം കൊണ്ടും ഒരു പ്രയാസമുണ്ട്. ശത്രുക്കൾ നാനാ ദിക്കുകളിലൂടെയും ഹിജ്റ പോകുന്ന ആൾക്കാരെ പിടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. എന്നിട്ടും ദഅവത്ത് എന്നത്, ഹിജ്റ എന്നത് ഒരിക്കലും എല്ലാം ഒത്തിണങ്ങി വരുമ്പോൾ നടത്തേണ്ട ഒന്നല്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അന്ന് തന്നെ ഇറങ്ങിപ്പോയത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബിമാർ ചേരമാൻ ജുമാ മസ്ജിദിൻ്റെ, കൊടുങ്ങല്ലൂരിൻ്റെ, അതുപോലെ വടക്കൻ മലബാറിൻ്റെ മറ്റു പല പ്രദേശങ്ങളിലും വന്ന് ദഅവത്ത് നടത്തിപ്പോയി. അവരവിടുന്ന് ആ കാലത്ത്, ഏത് കാലത്ത് ആലോചിച്ച് വെക്കും, പായക്കപ്പലിൽ കയറി സഞ്ചരിച്ച് കേരള മണ്ണിലേക്ക് സൗദി അറേബ്യയിൽ നിന്ന് ആളുകൾ വന്ന് സംസാരിച്ചു പോയത് എന്ത് ലക്ഷ്യത്തിലാണ്? ദഅവത്തിലാണ്. അവരൊന്നും എല്ലാവരും മിണ്ടാതെ നടന്നു പോവുകയാണെങ്കിൽ നമുക്കിന്ന് ഈ ദീന് നമ്മുടെ കയ്യിലുണ്ടാവുമോ എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ യമനിലേക്ക് ദീന് പറഞ്ഞു കൊടുക്കാൻ, യുഅല്ലിമുദ്ദീന, ദീന് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയക്കാം. ഫഖാല ലഹു, അപ്പോൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ലിഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ, നീ കാരണം ഒരാൾ സന്മാർഗത്തിലായാൽ, ഖൈറുൽ ലക മിനദ്ദുനിയ വമാ ഫീഹാ, നീയും ഖൈറുൽ ലക മിനദ്ദുനിയ വമാ ഫീഹാ, ഈ ലോകവും അതിലുള്ള മുഴുവൻ വസ്തുക്കളും കിട്ടുന്നതിനേക്കാൾ വലിയ നേട്ടമാണ് ദഅവത്ത് കൊണ്ട് നിനക്ക് കിട്ടാൻ പോകുന്നത്. ഞാനിതൊക്കെ ചെയ്തിട്ട് എനിക്കെന്താ, ചില ആൾക്കാർ ഒരു ധാരണ ഉണ്ട്, ഓന് അതിൻ്റെ സംഘടനൻ്റെ ഇതിനൊക്കെ പോകണല്ലോ, ഓനക്ക് നല്ല കിട്ടുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇതിനെങ്ങനെ ഓരോ മീറ്റിങ്ങിന് പോകണതിനും ഓരോന്നിനും നടക്കുന്നതിനൊക്കെ സംഘടനയിൽ നിന്ന് ഭയങ്കര ഫണ്ട് വരും. ചില ആൾക്കാർ എന്നോടൊക്കെ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്, നിനക്കിപ്പോൾ ജോലിക്ക് പോലും കുഴപ്പമില്ലല്ലോ, അനക്കൊക്കെ വേറെ വഴിക്ക് കിട്ടുന്നുണ്ടല്ലോ. ആളുകളുടെ വിചാരം ഈ പോസ്റ്റ് ഒട്ടിക്കാൻ പോകണതിനും ഈ നോട്ടീസിന് പോകണതും ഈ മീറ്റിങ്ങിന് പോകണതിനൊക്കെ നല്ല പൈസ വരുന്നുണ്ട് എന്നാണ് സമൂഹത്തിൻ്റെ ഒരു ധാരണയാണ്. ആ പേരും വെച്ച് കടം ചോദിക്കാൻ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഇതിൻ്റെ പേരിൽ നമ്മളെ ലാഭം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ഫലമായി ഞാൻ ഒട്ടിച്ചൊരു പോസ്റ്റർ കണ്ട് ഒരാൾ വന്ന് ഒരു പരിപാടി അറ്റൻഡ് ചെയ്തു, ഞാൻ അയച്ച മെസ്സേജ് കണ്ട് ഒരാൾ വന്നാൽ, നിങ്ങൾ ചരിത്രം വായിച്ചു നോക്കി, നമ്മുടെ നാട്ടിലെ പലരും ഈ നന്മയിലേക്ക് വന്നത് എവിടുന്നാന്ന് ചോദിച്ചു നോക്കിയും, ആരോ ചെയ്തു വെച്ച ഒരു നന്മ, ഇവിടുന്ന് കിട്ടിയ ഏതോ ഒരു ലഘുലേഖ, ഏതോ ഒരു പുസ്തകം, ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ വീഡിയോകൾ, വലിയ ദഅവത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിസ്സാരമായ സംഭവങ്ങളൊന്നുമല്ല. ഏറ്റവും ഒടുവിൽ 10 ലക്ഷം രൂപ തരാം, നബിദിനാഘോഷത്തിന് തെളിവുണ്ടെങ്കിൽ തരുമെന്ന് പറഞ്ഞിട്ട് ചെന്നിട്ട് മുസ്ലിയാരോട് നേരിട്ട് സംസാരിച്ചപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ്, സുന്നി പടയിൽ നിന്ന് വന്ന അബ്ദുൽ നസീർ അസ്ഹരി തന്നെ, കാന്തപുര ഉസ്താദിൻ്റെ ശിഷ്യൻ തന്നെ മറുപടി കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ കറക്റ്റ് ചെയ്യണം, കറക്റ്റ് ചെയ്യണം എന്ന് പറയാനല്ലാതെ എന്താണ് പറയേണ്ടത്, എന്താണ് വിഷയം എന്നറിയാതെ ആകെ ഉരുണ്ടുകൂടും. ആ ഗ്രൂപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു 6-7 ഗ്രൂപ്പ് മണിക്കൂർ കൊണ്ടാണ് വരുന്നത്. സത്യമറിയാനുള്ള ജനങ്ങളുടെ വെമ്പലാണത്. ആൾക്കാർക്ക് താല്പര്യമുണ്ട് ഹക്കറിയാൻ.
നമ്മളും മിണ്ടാതിരിക്കണ്ട. നമ്മൾ പറഞ്ഞു, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു സംശയം കൂടാതെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. സംശയമല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംശയം കൂടാതെ ഇസ്ലാമിലേക്ക് വന്നു. ശേഷം അങ്ങോട്ട് ദഅവത്ത് ആരംഭിച്ചു. മദീനയിലൊക്കെ പോയിട്ട് ഇസ്ലാം പൂർത്തിയായതിനു ശേഷമല്ല, ഖുർആനിലെ മുഴുവൻ ആയത്ത് ഇറങ്ങിയിട്ട് പോലുമില്ല, കിട്ടുന്നത് അപ്പപ്പോ ദഅവത്ത് നടത്താണ്. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ചവരിൽ പ്രമുഖനാണ് സുബൈർ ബിനുൽ അവ്വാം, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, തുൽഹത്ത് ബിൻ ഉബൈദില്ല, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഇവർക്ക് മൊത്തത്തിലൊരു പ്രത്യേകത ഉണ്ട്. എന്താ ഒന്നുകൂടി വായിക്കാം. സുബൈർ ബിനുൽ അവ്വാം, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, തുൽഹത്ത് ബിൻ ഉബൈദില്ല, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സഅദ് ബിൻ അബി വഖാസ്. മാഷാ അല്ലാഹ്, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 5 ആൾക്കാർ വന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പോയി സംസാരിച്ച ആ സംസാരത്തിലൂടെയാണ്. ഇനി അതിൽപ്പെട്ട വേറെ ആൾക്കാർ ഓരോരുത്തരെ വേറെ വേണമെങ്കിൽ എടുക്കാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ക്ഷണിച്ചിട്ട് വന്ന ആൾക്കാരുടെ ലിസ്റ്റ് വേറെ ഉണ്ട്. ഇതാണ് നെറ്റ്വർക്ക്. ഇതിലാണ് നമ്മൾ ഒരാളെ കണ്ണി ചേർത്താൽ എത്ര കിട്ടും എന്നുള്ളത് ചിന്തിക്കേണ്ടത്. ഈ മേഖലയിലാണ് ചിന്തിക്കേണ്ടത്. ഉസ്മാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാം അല്ലാത്ത അടിമകളെ മോചിപ്പിച്ചു. 7 ആളുകളെ മോചിപ്പിച്ചു. അവർ ഇസ്ലാമിലേക്ക് വന്നു. അപ്പോൾ സ്വഹാബിമാരങ്ങനെ, അടിമകളങ്ങനെ. അബൂ ഖുഹാഫ വാപ്പ ചോദിക്കണ്ട്, അല്ല അബൂബക്കറെ, ഈ പൈസയൊക്കെ വെറുതെ ഇതിനും വേണ്ടി ചിലവാക്കേണ്ട വല്ല കാര്യമുണ്ടോ? വേറെ എന്തെങ്കിലും കാര്യത്തിന് കൊടുത്താൽ അടിമകളൊക്കെ ഇങ്ങനെ മോചിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഭാവിയിൽ അവർ രക്ഷപ്പെട്ട്, ആ അടിമത്വത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇസ്ലാമിൻ്റെ തീരത്ത് വന്ന് പഠിച്ച് മനസ്സിലാക്കി അവർ വന്ന് മാറിയാൽ എന്ന് ചിന്തിച്ചപ്പോഴാണ് ആ പൈസ നഷ്ടാവൂല എന്ന് തോന്നിയത്.